പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കാനും സ്വീകരിക്കാനും കർത്താവ് നമുക്ക് നൽകുന്ന ഈ വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ദൈവവചനം തേനിനേക്കാൾ മധുരമുള്ളതാണെന്ന് സങ്കീർത്തനങ്ങൾ പറയുന്നു. സങ്കീർത്തന പുസ്തകം 119 അധ്യായത്തിൽ പ്രകാരം നമ്മൾ വായിക്കുകയാണ്, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ കർത്താവേ, അങ്ങയുടെ വചനങ്ങളുടെ ചുരുള് അഴിഞ്ഞപ്പോൾ അത് എനിക്ക് പ്രകാശം നൽകി. 119 സങ്കീർത്തനത്തിൽ തന്നെ നമ്മൾ വീണ്ടും കാണുകയാണ്, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ മനസ്സിൻ്റെ അന്ധകാരങ്ങളെ അകറ്റും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, ദൈവവചനം കടന്നു വരുന്നിടത്ത് ഇരുള് മാറും. അന്ധകാരത്തിലായിരുന്ന വലിയ ഒരു ജനത ഒരു വലിയ പ്രകാശം കണ്ടു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ സുവിശേഷകൻ എഴുതി വെക്കുന്നുണ്ട്. അത് ഈശോ ഗലീലയിലും സെബുലൂൺ നഫ്താലി പ്രദേശങ്ങളിലും കഫർനഹൂമിലും ഒക്കെ ഈശോ ചെന്ന് അവിടെ സുവിശേഷം പ്രസംഗിച്ച സമയത്ത് യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്യപ്പെട്ട ഒരു വാഗ്ദാനം നിറവേറിയതായി സുവിശേഷകനായ മത്തായി പറയുകയാണ്. അപ്പോൾ സുവിശേഷം പ്രസംഗിച്ചതിനെക്കുറിച്ച് മത്തായി എഴുതി വച്ചിരിക്കുകയാണ്. സുവിശേഷം പ്രസംഗിച്ച സമയത്ത് അന്ധകാരത്തിലായിരുന്ന വലിയൊരു ജനത ഒരു വലിയ പ്രകാശം കണ്ടു. അപ്പോൾ ഇതാണ് വചനത്തിൻ്റെ പ്രത്യേകത. അതായത് ദൈവവചനം എവിടെ പ്രവേശിക്കുന്നോ അവിടെ ആ വചനത്തിൻ്റെ പ്രകാശം കടന്നു വരും. ഇതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ പ്രകാശം വരുന്നത് എവിടെയാണ്? നമ്മളൊരു ലൈറ്റ് ഇടുമ്പോൾ ആ ലൈറ്റിൻ്റെ വെളിച്ചം ഒരു മുറിയിലാണ് പ്രകാശം പരത്തുന്നത്. അപ്പോൾ ദൈവവചനം പറയുന്ന സമയത്ത് ദൈവവചനം ഇതുപോലെ ബാഹ്യമായ പുറത്തുള്ള സാഹചര്യങ്ങളിലാണോ പ്രകാശം പരത്തുന്നത്, അതോ മറ്റെവിടെയെങ്കിലുമാണോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് പ്രധാനമായും ദൈവവചനം പ്രകാശം പരത്തുന്നത് മനുഷ്യൻ്റെ മനസ്സിലാണ്. അങ്ങനെ ഞാൻ പറയുന്നതിൻ്റെ കാരണം, പൈശാചിക പോരാട്ടങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് മനുഷ്യൻ്റെ വെളിയിലല്ല, മനുഷ്യൻ്റെ അകത്താണ്. ഏത് പാപത്തിൻ്റെയും ഉറവിടം പരിശോധിച്ചാൽ ആ പാപം ആദ്യം ആരംഭിക്കുന്നത് പുറത്തല്ല, അകത്താണ്. പൗലോസ്ലീഹ അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല എന്ന് പറയുന്ന വചനഭാഗത്ത് പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിനെതിരായ, ക്രിസ്തുവിനെതിരായ എല്ലാ ആശയഗതികളെയും പരാജയപ്പെടുത്തുന്നു. ആശയം മനസ്സിലാണ്. അപ്പോൾ പോരാട്ടം നടക്കുന്നത് മനസ്സിലാണ്. ഈശോയുടെ പ്രലോഭനങ്ങൾ മത്തായിയുടെ സുവിശേഷം 4 അധ്യായത്തിലും ലൂക്കാ സുവിശേഷം 4 അധ്യായത്തിലും നമ്മൾ കാണുന്ന ഈശോയുടെ പ്രലോഭനങ്ങൾ എടുത്താൽ ആ പ്രലോഭനങ്ങളെല്ലാം സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മനസ്സിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തിരുവചനം പ്രകാശം പരത്തുന്നത് പ്രധാനമായും ഈ പൈശാചിക പോരാട്ടം നടക്കുന്ന മനസ്സിലാണ്. ഒരാളെ കൊല്ലാനുള്ള ആലോചന നടക്കുന്നത് ഒരാളുടെ മനസ്സിലാണ്. ജഡികമായൊരു പാപം ചെയ്യാനുള്ള പ്രലോഭനം നടക്കുന്നത് മനസ്സിലാണ്. ഏതെങ്കിലും ഒരു പാപത്തിലേക്ക് പോകാനുള്ള ഒരു മനുഷ്യൻ്റെ തീരുമാനങ്ങളെല്ലാം നടക്കുന്നത് ആ സംഘർഷഭൂമി, ആ രണാങ്കണം, പോരാട്ടത്തിൻ്റെ മണ്ണ് മനസ്സാണ്.
അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം 119 സങ്കീർത്തനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം പ്രകാശം പരത്തും. എവിടെയാണ് പ്രകാശം പരത്തുന്നത്? ഒരു മനുഷ്യൻ്റെ മനസ്സിലെ അന്ധകാരത്തിലേക്ക്, പൈശാചികതയിലേക്ക്, ഒരു മനുഷ്യൻ്റെ മനസ്സിലെ നിരാശയിലേക്ക്, ഭയത്തിലേക്ക്, അടിമത്തത്തിലേക്ക്, ഒരു മനുഷ്യൻ്റെ മനസ്സിനെ അലട്ടുന്ന ഉത്കണ്ഠകളിലേക്ക്, മാനസിക പിരിമുറുക്കങ്ങളിലേക്ക് ഈ വചനത്തിൻ്റെ ശക്തമായ പ്രകാശം വന്നടിക്കും. 1000 സൂര്യനേക്കാൾ തേജസ്സുള്ള ദൈവത്തിൻ്റെ കണ്ണുകൾ പോലെ, ആ സൂര്യ തേജസ് പോലെ, ആ ശക്തമായ ആലക്തികാഘാതം, ആ ഇലക്ട്രിക് ഷോക്ക്, ആ പ്രകാശത്തിൻ്റെ ശക്തി വന്ന് അടിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും, നിങ്ങൾ എവിടെയായിരുന്നാലും, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ പ്രകാശം വന്ന് നിറയും. ദൈവത്തിൻ്റെ കരുണയുടെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, ദൈവവചനത്തിൽ തരുന്ന ആശ്വാസത്തിൻ്റെ പ്രകാശം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ജീവിതങ്ങളിലും ബന്ധങ്ങളിലും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനം. മത്തായി 1:21 എങ്ങനെയാണ്? ജോസഫിനോട്, യോസേപ്പ് പിതാവിനോട് മാലാഖ ഇപ്രകാരം വന്ന് അറിയിക്കുകയാണ്, നീ ജോസഫ്, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കരുത്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ ബൈബിളിൽ ആയിരക്കണക്കിന് വാഗ്ദാനങ്ങളുണ്ട്. ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾ നൽകപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. അങ്ങനെ ലോക ചരിത്രത്തിൽ, മാനവരാശിയുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, അത് ബൈബിളാണ്. അങ്ങനെ ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾ എഴുതപ്പെട്ട ഈ ബൈബിളിൽ പഴയ നിയമത്തിൽ അനേകം വാഗ്ദാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് 91-ാം സങ്കീർത്തനം 10-ാം വാക്യം ഒരു വാഗ്ദാനമാണ്. ഒരു തിന്മയും നിനക്ക് ഭവിക്കില്ല, ഒരനർത്ഥവും നിൻ്റെ വാസസ്ഥലത്തെ, നിൻ്റെ കൂടാരത്തെ സമീപിക്കില്ല എന്നത് ഒരു വാഗ്ദാനമാണ്. സങ്കീർത്തനം 34:10 ഒരു വാഗ്ദാനമാണ്. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒന്നിൻ്റെയും കുറവുണ്ടാവില്ല, ഒരു വാഗ്ദാനമാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ നമ്മൾ അനേകം വാഗ്ദാനങ്ങൾ, 12-ലധികം വാഗ്ദാനങ്ങൾ കാണുകയാണ്. ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ അനുഗ്രഹിക്കപ്പെടും, വയലേലകളിൽ ധാന്യം വിളയും, നിനക്ക് ക്ഷാമം വരികയില്ല, കടം വാങ്ങേണ്ടി വരികയില്ല, അനേകം വാഗ്ദാനങ്ങൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പഴയ നിയമത്തിൽ എഴുതപ്പെട്ട ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾ നിലനിൽക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനമാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനം. ന്യൂ ടെസ്റ്റമെൻറ്റിലെ ആദ്യത്തെ പ്രോമിസാണിത്. എന്താണ് വാഗ്ദാനം? മത്തായി 1:21, നീ അവൻ യേശു എന്ന് പേരിടണം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഒന്നാമത്തെ വാഗ്ദാനം, പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം. എന്താണ് വാഗ്ദാനം? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഒരു പുസ്തകം എഴുതുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു വായനക്കാരനാണെങ്കിൽ ഒരു പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ പറയാൻ ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യം അതിൻ്റെ ആദ്യത്തെ താളുകളിലുണ്ടാവും. ബൈബിൾ സീരിയസായി വായിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും, ഏത് കാര്യവും ബൈബിൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യത്തിൻ്റെയും അതിൻ്റെ ഇൻട്രഡക്ഷനിൽ, ആ ഭാഗത്ത്, ആമുഖ ഭാഗത്ത് ആ പുസ്തകത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ചുരുക്കം ഉണ്ടാവും. ഉദാഹരണത്തിന് മർക്കോസിൻ്റെ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവപുത്രനും ക്രിസ്തുവുമായ യേശുവിനെ പരിചയപ്പെടുത്താനാണ്. യേശു ദൈവപുത്രനാണെന്നും മിശിഹായാണെന്നും സ്ഥാപിക്കുന്ന ഗ്രന്ഥമാണ് മർക്കോസിൻ്റെ സുവിശേഷം. അതെവിടെയാണ്? അത് ആമുഖത്തിൽ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുകയാണ്, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ മുഴുവൻ സമ്മറിയും ആദ്യത്തെ വാചകങ്ങളിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ സത്യത്തിൽ മത്തായി ഇങ്ങനെ എഴുതി വെക്കുകയാണ്, ഈ പുസ്തകം മുഴുവൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് യോഹന്നാൻ യേശുവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഭാഗത്ത് നമ്മളിങ്ങനെ കാണുകയാണ്,
യോഹന്നാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അയാളുടെ ജീവിതത്തിലെ അനേകം അപ്രധാനമായ കാര്യങ്ങൾ ആരും പറയില്ല. ഒരു വ്യക്തി ഒരാൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആർക്കാണോ ആ വ്യക്തികൾക്ക് ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണോ അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം എന്നെ ഒരാൾ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തിയാൽ എന്നെ സംബന്ധിച്ച് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയേണ്ടത്. ഒരു സമ്മേളനത്തിൽ നിങ്ങളൊരു വ്യക്തിയെ സ്വാഗതം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ അപ്രധാനമായ 1000 കാര്യങ്ങൾ പറയില്ല, മറിച്ച് ആ വ്യക്തി എന്താണോ സബ്സ്റ്റാൻഷ്യലായി ആ വ്യക്തി എന്താണ് അതാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ യോഹന്നാൻ തൻ്റെ പിന്നാലെ വന്ന ശിഷ്യന്മാർക്ക് സ്നാപകയോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് യോഹന്നാൻ്റെ സുവിശേഷത്തെ നമ്മൾ കാണുകയാണ്. യോഹന്നാൻ പരിചയപ്പെടുത്തി ഇങ്ങനെയാണ്: ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എന്ന് പറഞ്ഞാൽ യേശു ആരാണെന്ന്, യേശുവിൻ്റെ നിയോഗം എന്താണെന്ന് ഏത് സുവിശേഷം എടുത്താലും അതിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം പറയുകയാണ്, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കാനാണ്. അപ്പം ഇത് ഒന്നാമതായി ഹൃദയത്തിലേക്ക് ഗ്രഹിക്കുക. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം, ഇൻറ്റൻഷൻ പാപത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കാനാണെന്ന് ഇവിടെ സുവിശേഷം പറയുകയാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം പറയുകയാണ്, യേശു എന്നവന് പേരിടണം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു, രക്ഷകൻ എന്നാണ്. എന്തിൽ നിന്നാണ് രക്ഷിക്കുന്നത്? പാപത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് സുവിശേഷം പറഞ്ഞ് സുവിശേഷം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞ് സുവിശേഷം ആരംഭിക്കുമ്പോൾ എന്തുകൊണ്ടാണ് യേശു പാപത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടാവും. പാപത്തിൽ നിന്ന് യേശു മോചിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? മനുഷ്യന് അതുകൊണ്ട് ആവശ്യമുണ്ടോ? പാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടേണ്ട ആവശ്യം മനുഷ്യനുണ്ടോ? അല്ലെങ്കിൽ പാപം മനുഷ്യന് ചെയ്യുന്ന ഉപദ്രവം എന്താണ്? പാപം മനുഷ്യന് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്താണ്? പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യത്തെ നമ്മൾ സുവിശേഷങ്ങളിൽ നിന്നും വേദപുസ്തകത്തിൽ നിന്നും ഒന്ന് ആഴമായി ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് പാപം ഒരു വ്യക്തിക്ക് സൃഷ്ടിക്കുന്ന തകർച്ച എന്താണ്? നമ്മൾ ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കുന്ന സമയത്ത് ജോബ് 1:10 ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: അവിടുന്ന് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സുരക്ഷിതത്വം നൽകിയിരിക്കുന്നു. ദൈവം തൻ്റെ മക്കൾക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് ദൈവമല്ല ഇവിടെ പറയുന്നത്, മറിച്ച് ആരാണ് പറയുന്നത്? പിശാചാണ് പറയുന്നത്. പിശാച് പറയുകയാണ്, ദൈവമേ, എനിക്ക് ജോബിനെ തൊടാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ജോബിനെ തൊടാൻ പറ്റാത്തതിൻ്റെ കാരണം ജോബിന് ചുറ്റും, ദൈവഭക്തനായ ഈ മനുഷ്യന് ചുറ്റും നീ ഒരു സംരക്ഷണത്തിൻ്റെ വേലി കെട്ടിയിട്ടുണ്ട്. ഇത് ഗ്രഹിക്കുക. അതായത് ഏത് ദൈവത്തിൻ്റെ മകനും മകൾക്കും ചുറ്റും നമ്മൾ കാണാത്ത ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണത്തിൻ്റെ മതിൽ, ഒരു സംരക്ഷണത്തിൻ്റെ വേലി കെട്ടപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ഒരു വിലാപം കേൾക്കുകയാണ്. യെശയ്യാ 5-ൽ കർത്താവ് ഒരു വിലാപത്തിൻ്റെ ഗാനം ആലപിക്കുകയാണ്. ആ വിലാപത്തിൻ്റെ ഗാനം എങ്ങനെയാണ്? ജെറുസലേം നിവാസികളെ, ഇസ്രായേലിൽ വസിക്കുന്ന മക്കളെ, ഞാനൊരു ഗാനം ആലപിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. എൻ്റെ പ്രിയന് വേണ്ടി, അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ. വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവനത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിൻ്റെ മധ്യത്തിൽ അവനൊരു കാവൽമാടം പണിതു. മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു. അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചേ. ജെറുസലേം നിവാസികളെ, യൂദയായിൽ വസിക്കുന്നവരെ, എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ വിധി പറയണം. എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ
എന്തുകൊണ്ടാണത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത്? ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. വചനം ശ്രദ്ധിക്കുക. ഞാൻ അതിൻ്റെ വേലി പൊളിച്ച് കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. ഞാനതിനെ ശൂന്യമാക്കും. എന്ന് വെച്ചാൽ യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, ജോബ് 1:10 പറഞ്ഞതുപോലെ തന്നെ ദൈവമക്കളെന്ന മുന്തിരിത്തോട്ടത്തിന് ചുറ്റും സംരക്ഷണത്തിൻ്റെ ഒരു വേലി കെട്ടിയിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ നല്ല മുന്തിരി തരുന്നതിന് പകരം കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചപ്പോൾ, നന്മ ചെയ്യുന്നതിന് പകരം തിന്മ ചെയ്തപ്പോൾ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് പകരം അരുതാത്ത ഫലങ്ങൾ പുറപ്പെടുവിച്ചപ്പോൾ ദൈവം പറയുകയാണ്, ആ വേലി പൊളിക്കപ്പെടും. ആ സംരക്ഷണത്തിൻ്റെ മതിലിടിയും. ആ പൊളിഞ്ഞ മതിലിലൂടെ അനേകം കുറുക്കന്മാർ, കുറുനരികൾ, കാട്ടുമൃഗങ്ങൾ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് പ്രവേശിക്കും. ഞാനതിൻ്റെ മതിലുകൾ തകർത്ത് നാശത്തിന് വിട്ടുകൊടുക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന, ബൈബിൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വലിയ തകർച്ച, ഒരു ആപത്താണിത്. അതായത് സംരക്ഷണത്തിൻ്റെ വേലി കെട്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ചുറ്റും ദൈവം കെട്ടിയ വേലി പൊളിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദൈവം കെട്ടിയ ആ വേലി പൊളിക്കപ്പെട്ട് ആ തോട്ടത്തിലേക്ക് നാശം കയറി വരികയാണ് പാപത്തിലൂടെ. ഇതിനെ മറ്റൊരു വിധത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, പിശാചിന് ജീവിതത്തിൻ്റെ മേൽ ഒരധികാരമുണ്ടാവുകയാണ്. ജോബിനോട് സാത്താൻ പറയുന്നത്, നീ വേലി കെട്ടിയിരിക്കുകയാണ്, ആ വേലി കെട്ടിയത് കൊണ്ടാണ് എനിക്ക് ആ വീട്ടിലേക്ക് കയറാൻ പറ്റാത്തത് എന്ന് പറഞ്ഞതുപോലെ, ദൈവമക്കളുടെ കുടുംബത്തിന് ചുറ്റും ദൈവം കെട്ടിയ വേലി പാപം മൂലം പൊളിക്കപ്പെടുമ്പോൾ സാത്താന്, ഈ കാട്ടുമൃഗത്തിന്, ഈ ദുഷ്ടമൃഗത്തിന് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ മേൽ ഒരു പ്രവേശനം ഉണ്ടാവുകയാണ്. നമ്മൾ വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പിശാചിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വായിക്കുകയാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 10-11 തിരുവചനം. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. നന്നായി ശ്രദ്ധിച്ച് ഈ വചനം നിങ്ങൾ ഗ്രഹിക്കണം. അതായത് സാത്താൻ്റെ സ്വഭാവം ഇതാണ്. രാപകൽ, ഡേ ആൻഡ് നൈറ്റ്, രാപകൽ, രാത്രിയും പകലും സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? 24 മണിക്കൂർ 365 ദിവസം സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ദൈവമക്കളെ പഴി പറയുകയും സഹോദരരെ ദുഷിക്കുകയും. എന്ന് പറഞ്ഞാൽ, പഴി പറയുക, ദുഷിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് അക്യൂസിങ് എന്നാണ്. കുറ്റാരോപണം നടത്തുക. ഇപ്പം സാത്താൻ്റെ ജോലി ഇതാണ്. സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്യൂസേഷൻ ആണ്, കുറ്റാരോപണം, അക്യൂസിങ്. എന്താണ് സാത്താൻ കുറ്റം ആരോപിക്കുന്നത്? സക്കറിയ പ്രവചനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് എന്താണ് സാത്താൻ കുറ്റം ആരോപിക്കാനുള്ള പശ്ചാത്തലം. സക്കറിയ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. സക്കറിയ 3:1 മുതൽ. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലതുവശത്ത് നിൽക്കുന്നതും ദൈവം കാണിച്ചു തന്നു. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയും സാത്താൻ ജോഷുവായിൽ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ദൈവം കാണിച്ചു തരികയാണ്. കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ വചനം ഗ്രഹിക്കുക? എന്തുകൊണ്ടാണ് പ്രധാന പുരോഹിതനായ ജോഷുവായിൽ സാത്താൻ കുറ്റമാരോപിച്ചത്? കുറ്റമാരോപിക്കാനുള്ള സാഹചര്യം, പശ്ചാത്തലം എന്താണ്? എന്തുകൊണ്ടാണ്? പ്രധാന പുരോഹിതനിൽ എന്താണ് പ്രശ്നം? 3-ാം വാക്യം, 3-ാം അധ്യായം 3-ാം വാക്യം. ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. എന്താണ് മുഷിഞ്ഞ വസ്ത്രം? ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അത് അടുത്ത വാക്യത്തിലുണ്ട്. തൻ്റെ മുമ്പിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു, ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. എന്ന് വെച്ചാൽ, നന്നായി നിങ്ങൾ ശ്രദ്ധിച്ചത് ഗ്രഹിക്കുക, മുഷിഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞാൽ ജോഷുവായുടെ
അകൃത്യങ്ങൾ, ജോഷുവയുടെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണ്? സാത്താൻ ജോഷുവ എന്ന പ്രധാന പുരോഹിതനിൽ കുറ്റം ആരോപിക്കാൻ നിന്നതിൻ്റെ സാഹചര്യം ഇതാണ്. ജോഷുവ എന്ന പ്രധാന പുരോഹിതനിൽ അകൃത്യങ്ങൾ, പാപങ്ങൾ പെരുകിയപ്പോൾ സാത്താന് അവനിലും അവൻ്റെ കുടുംബത്തിലും അവൻ്റെ ദേശത്തിലും ജനതയിലും കുറ്റം ആരോപിക്കാനുള്ള ഒരു സ്പേസ്, ഒരു എൻട്രി ഉണ്ടാവുകയാണ്, ഒരു വാതിൽ തുറക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ മിശിഹ ഈ ലോകത്തിലേക്ക് വന്നത് അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണെന്ന് സുവിശേഷം പറയുമ്പോൾ നമ്മൾ അന്വേഷിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ പാപത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? പാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടേണ്ട ആവശ്യം ഒന്നാമത്തേത്, ഒരു സംരക്ഷണത്തിൻ്റെ ഭിത്തി പൊളിക്കപ്പെട്ട് കിടക്കുകയാണ് കുടുംബങ്ങൾ. കുടുംബങ്ങൾക്ക് ചുറ്റും ദൈവം കെട്ടിയ സംരക്ഷണത്തിൻ്റെ ഭിത്തി പാപം മൂലം പൊളിയുന്നു. അവിടേക്ക് കുറ്റം ആരോപിക്കാനും അവകാശമുന്നയിക്കാനും സാത്താൻ കടന്നു വരുന്നു. സാത്താൻ അവകാശം ഉന്നയിക്കുമോ? യൂദാസ് എഴുതിയ ലേഖനം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, സാത്താൻ അവകാശം ഉന്നയിക്കും. അവകാശം ഉന്നയിക്കുന്നതിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ അവനെ നിന്ദിച്ച് ഒരു വചനം പോലും പറഞ്ഞില്ല. അവിടെ പറയുകയാണ്, മോശ മരിച്ച്, നെബോ മലയുടെ മുകളിൽ മോശ മരിച്ചു കിടക്കുന്ന സമയത്ത് മോശയുടെ ശരീരം സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ മീഖായേൽ വരുമ്പോൾ സാത്താൻ ആ ശരീരത്തിൻ്റെ മേൽ ഒരവകാശം ഉന്നയിക്കുകയാണ്. സാത്താൻ പറയുകയാണ്, ഈ ശരീരം, ഈ മോശ എൻ്റേതാണ്. എന്തുകൊണ്ടാണ് മോശയുടെ ശരീരത്തിൻ്റെ മേൽ സാത്താൻ കുറ്റം ആരോപിച്ചതെന്ന് സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിലുണ്ട്. മോശ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാറയോട് വെള്ളം പുറപ്പെടുവിക്കാൻ കൽപ്പിക്കാൻ ആവശ്യപ്പെട്ട നേരത്ത് മോശ പാറമേൽ അടിച്ച് ദൈവകൽപ്പന ലംഘിച്ചതുകൊണ്ട്, അനുസരണക്കേട് കാണിച്ചതുകൊണ്ട്, പാപം ചെയ്തതുകൊണ്ട് സാത്താന് മോശയുടെ മേൽ ഒരു അവകാശം വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇത് നിങ്ങൾ നന്നായി ഹൃദയം തുറന്ന് ഗ്രഹിക്കണം. പിശാച് നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, മക്കളുടെ മേൽ, പ്രിയപ്പെട്ടവരുടെ മേൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ഒരവകാശം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ദൈവം കെട്ടിയ സംരക്ഷണത്തിൻ്റെ ഭിത്തി പാപം മൂലം പൊളിഞ്ഞു പോയാൽ. എന്തുകൊണ്ട് യേശുക്രിസ്തു ജനത്തെ തൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം എന്നതിൻ്റെ ഉത്തരം, തകർന്നു കിടക്കുന്ന, വേലി പൊളിഞ്ഞു കിടക്കുന്ന, ആർക്കും ഏത് സമയത്തും കയറി ഇറങ്ങി ഉപദ്രവം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ തകർന്നു കിടക്കുന്ന ജീവിതങ്ങളുടെ മേൽ കർത്താവ് സംരക്ഷണത്തിൻ്റെ വേലി കെട്ടുന്നത് യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനത്തിലാണ്. എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പാപാവസ്ഥയിലാണെങ്കിൽ ആ പാപത്തിലായിരിക്കുന്ന വ്യക്തി യേശുവിലേക്ക് കടന്നു ചെന്ന് കർത്താവായ യേശുവിൻ്റെ അഭിഷിക്തൻ്റെ മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കഴുകപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും പൊളിഞ്ഞു കിടക്കുന്ന ദൈവിക സംരക്ഷണത്തിൻ്റെ വേലി ദൈവം പുതുക്കി പണിയുകയാണ്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് എന്ന് സുവിശേഷം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യനെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്, സംരക്ഷണം കിട്ടാനാണ്, അഭിഷേകത്തിലേക്ക് വളരാനാണ്, മക്കൾ അനുഗ്രഹിക്കപ്പെടാനാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മാതാപിതാക്കളുടെ തോരാത്ത കണ്ണുനീർ ഇന്ന് മക്കളെ പ്രതിയാണ്. അനുസരിക്കാത്ത, വഴിവിട്ട് ജീവിക്കുന്ന, നിരന്തരമെന്നോണം കണ്ണുനീരും ദുഃഖങ്ങളും മാത്രം മാതാപിതാക്കൾക്ക് സമ്മാനിക്കുന്ന മക്കളെ ഓർത്തുള്ള തീർത്താൽ തീരാത്ത വേവും വേദനയുമായി ജീവിക്കുന്ന മാതാവേ, പിതാവേ, ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നത്, എവിടെയെങ്കിലും പാപം മൂലം വേലി പൊളിഞ്ഞ് കിടക്കുന്നെങ്കിൽ അത് യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വന്ന് ആ വേലി തിരിച്ചു കെട്ടാൻ കർത്താവിൻ്റെ ആത്മാവ് ഈ രാത്രിയിൽ ആവശ്യപ്പെടുകയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം, നാം പ്രകാശത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് അവനോട് കൂട്ടായ്മയുണ്ടാകും. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. ആരെങ്കിലും പറയുകയാണ് എനിക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ
അവൻ ആത്മവഞ്ചന ചെയ്യുന്നു. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ ദൈവം വിശ്വസ്തനും നീതിമാനുമാകിയാൽ എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിൻ്റെ മേൽ, നിന്റെ ജീവിതത്തിൻ്റെ മേൽ എവിടെയെങ്കിലും വേലി പൊളിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വന്ന് പാപമേറ്റ് പറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ കുടുംബത്തിലേക്ക് കർത്താവിൻ്റെ സംരക്ഷണം കടന്നു വരികയാണ്. ഈ രാത്രിയിൽ കർത്താവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ കുറവുകളും പാപങ്ങളും ബലഹീനതകളും ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കരുണയാചിച്ച് കർത്താവിൻ്റെ കരുണയുള്ള ഹൃദയത്തിലേക്ക് കുടുംബത്തെ ഒരിക്കൽ കൂടി ചേർത്ത് വെക്കാൻ, തിരുഹൃദയത്തിന് കുടുംബത്തെ സമർപ്പിക്കാൻ ഒരിക്കൽ കൂടി സക്കറിയ 9:8 പറയുന്ന വാഗ്ദാനം ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ, എൻ്റെ മക്കളുടെ ഭവനത്തിന് ചുറ്റും ഞാൻ പാളയമടിച്ച് കാവൽ നിന്ന് ഒരു മർദ്ദകനും കീഴടക്കാതെ എൻ്റെ കണ്ണ് അവരുടെ മേൽ പതിപ്പിച്ച് ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന ആ ദൈവത്തിൻ്റെ വചനം സാധിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാപിച്ച് എടുക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആരാധനയുടെ സമയമിതാ, സ്വർഗീയ വൃന്ദം അണിനിരന്നു. തിരുവോസ്തിരൂപനാം യേശുനാഥൻ മഹിമപ്രതാപനായി എഴുന്നള്ളുന്നു. ആരാധന ആരാധന ദൈവമേ ആരാധന. ആരാധന ആരാധന ദൈവമേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന ആത്മനെ ആരാധന. ആരാധന ആരാധന ആത്മനെ ആരാധന. ആരാധന ആരാധന ത്രിത്വമേ ആരാധന. ആരാധന ആരാധന ത്രിത്വമേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിൽ നമുക്കിടയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന കാരുണ്യവാനായ ദൈവത്തെ ഏകാഗ്രമായ ഹൃദയത്തോടും സ്നേഹമുള്ള മനസ്സോടും ശരീരത്തോടും കൂടി നമുക്ക് ആരാധിക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുവചനം. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ആഹാരവും പാനീയവും ആശീർവദിക്കും. അവിടുന്ന് നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. വന്ധ്യതയോ ഗർഭഛിദ്രമോ നിങ്ങളുടെ ദേശത്ത് ഉണ്ടാവുകയില്ല. ഞാൻ നിങ്ങൾക്ക് ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കും. ദൈവമായ കർത്താവിനെ ആരാധിക്കണം.
ബൈബിളിൽ എവിടെല്ലാം ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെല്ലാം ദൈവാരാധനയുമായി ബന്ധപ്പെട്ട് ദൈവം ശക്തമായ കൽപ്പനയാണ് നൽകിയത്. ദൈവത്തെ ആരാധിക്കുക എന്നത് ബൈബിളിലെ ഉപദേശമല്ല, കൽപ്പനയാണ്. ദൈവത്തെ ആരാധിക്കണം. പ്രിയമക്കളെ, ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവവിശ്വാസികളോട് ചേർന്ന് ഈശോയെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്ന എല്ലാ കൂട്ടായ്മകളോടും ചേർന്ന് നമുക്ക് ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കാം. ആരാധിക്കുവാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടുവാൻ നമുക്ക് കാരണമുണ്ട്. കാരണം നമ്മെ രക്ഷിച്ച, വിശുദ്ധീകരിച്ച, അനുഗ്രഹിച്ച, നീതീകരിച്ച, നമ്മെ എപ്പോഴും കഴുകി ദൈവപിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. നന്നായി പാടി ആരാധിക്കാം. എല്ലാ മക്കളും ചേർന്ന് ഹൃദയം തുറന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ചേർന്ന് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്ന യേശു. കാലുകൾ വഴുതിപ്പോയപ്പോൾ, ഒരിക്കലും ഉയരില്ല എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ, ജീവിതം തകർന്നുപോയി എന്ന് ഞാൻ ആകുലപ്പെട്ടപ്പോൾ, എല്ലാ വഴികളും അടഞ്ഞപ്പോൾ, എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ, കർത്താവേ, നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, നീ മാത്രമാണ് എന്നെ അനുഗ്രഹിച്ചത്, കർത്താവിന്റെ കരങ്ങളാണ് എന്നെ വിജയത്തിലെത്തിച്ചത്. ദൈവമായ കർത്താവേ, അങ്ങയുടെ നാമത്തെ ആരാധിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നൽകിയ സകല നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, കാൽ വഴുതാതെ താങ്ങി നിർത്തിയ കാലങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, കാലിടരാതെ ദൂതന്മാരാൽ താങ്ങി നിർത്തിയ വലിയ സ്നേഹമോർത്തുകൊണ്ട്, പ്രിയമക്കളെ, നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിതത്തിൽ പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ദൂരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞ് എന്നെ വിധിച്ചപ്പോ, എൻ്റെ ജീവിതത്തിലെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചപ്പോ, കർത്താവേ, എന്നെ സഹായിക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. കർത്താവേ, പ്രിയപ്പെട്ടവരെല്ലാം തള്ളിക്കളഞ്ഞ ദിനരാത്രങ്ങളിൽ, സ്നേഹിച്ചവരും വിശ്വസിച്ചവരുമെല്ലാം കൈവിട്ടകന്നുപോയ ദിനരാത്രങ്ങളിൽ, കർത്താവായ യേശുവിൻ്റെ കരമാണ്
എന്നെ താങ്ങി നിർത്തിയത്. പ്രിയപ്പെട്ട മക്കളെ, തെറ്റിദ്ധരിക്കപ്പെട്ട, അപവാദങ്ങൾ കേട്ട, ആക്ഷേപങ്ങളുടെ നടുവിൽ ജീവിച്ച, എല്ലാവരും ഉപേക്ഷിച്ച, വിശ്വസിച്ചവർ കൈവിട്ട് കളഞ്ഞ കാലങ്ങളെ ഓർത്ത്, ആ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെ എപ്പോഴും കരങ്ങളിൽ താങ്ങി നിർത്തിയ ദൈവത്തിന്റെ പരിപാലനെ ഓർത്ത് എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കാം. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണെന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണെന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്ന യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. പുസ്തകം 3-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളിൽ ദാനിയേലും ചെറുപ്പക്കാരും നെബൂഖദ്നേസർ രാജാവിനോട് ഇപ്രകാരം പറയുകയാണ്: രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെട്ട ചെറുപ്പക്കാർ രാജാവിന്റെ മുമ്പിൽ ധൈര്യപൂർവ്വം പറയുകയാണ്: ഞങ്ങളെ ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് സർവശക്തനായ ദൈവത്തിന് മോചിപ്പിക്കാൻ സാധിക്കും. എങ്കിലും രാജാവേ, നീ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക. ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ അവൻ മോചിപ്പിച്ചില്ലെങ്കിലും ഞങ്ങൾ അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. പ്രിയമക്കളെ, കഷ്ടങ്ങളുടെ, രോഗങ്ങളുടെ, തകർച്ചകളുടെ, കണ്ണുനീരിന്റെ നടുവിലും ദൈവത്തെ ആരാധിക്കാം. എല്ലാ കാലങ്ങളിലും ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. കഷ്ടപ്പാടുകളെ കർത്താവിന് കൊടുക്കാം. നന്നായി പാടി ആരാധിക്കുന്നു. കർത്താവായ യേശുവിനെ മാത്രമേ ആരാധിക്കൂ. ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 എൻ്റെ യേശു ജീവിക്കുന്നു. എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ. എല്ലാ മക്കളും ആരാധിക്കട്ടെ. അതിനെ തുറന്ന് ആരാധിക്കട്ടെ. എല്ലാ കുടുംബങ്ങളും കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഹല്ലേലൂയ. ദൈവമേ, അങ്ങേക്ക് നന്ദി പറയുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കണ്ണുകളടച്ച് കർത്താവിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കാം. ഈശോയാണ് പാപങ്ങളുടെ മോചനത്തിനായി പിതാവായ ദൈവം മാനവരാശിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം. പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പുതിയ നിയമം ആരംഭിക്കുന്നത് ഈ വാഗ്ദാനത്തോടു കൂടിയാണ്. അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പ്രിയമക്കളെ, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളെയും ഓർത്ത് മാപ്പ് ചോദിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ കൊടുക്കാം. ഈശോ ദൈവപിതാവ് നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. പാപം നമുക്ക് ചുറ്റും ദൈവം ഏർപ്പെടുത്തിയ വേലിക്കെട്ടിനെ തകർത്തു കളഞ്ഞു. കർത്താവായ ദൈവം ഏർപ്പെടുത്തിയ സംരക്ഷണത്തിൻ്റെ മതിലുകൾ പാപം തകർത്തു കളഞ്ഞു. സക്കറിയ പ്രവചനം 3-ാം അധ്യായത്തിൽ ജോഷുവായുടെ മുമ്പിൽ കുറ്റാരോപണം നടത്തിയ സാത്താൻ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി നിന്ന ജോഷുവായിൽ കുറ്റം കണ്ടെത്തിയതുപോലെ സാത്താൻ നമ്മിൽ കുറ്റം കണ്ടുപിടിക്കാൻ ഇടയായത് പാപജീവിതം മൂലമാണ്. ഈശോയുടെ കരങ്ങളിലേക്ക് പാപത്തെ കൊടുക്കാം. കർത്താവായ യേശുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങി വരാം. ഈശോയുടെ ആദ്യത്തെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗം മർക്കോസ് 1:15, സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിന് ശേഷം മനസ്സ് നുറുങ്ങിയ യഹൂദന്മാർ പത്രോസ്ലിഹായോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു, നിങ്ങൾ രക്ഷ പ്രാപിക്കാൻ നിങ്ങൾ അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനം നിങ്ങൾക്ക് ലഭിക്കും. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തലമുറകളുടെ പാപബന്ധനങ്ങൾ, കുടുംബാംഗങ്ങളുടെ പാപങ്ങൾ, വ്യക്തിപരമായ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും കർത്താവിൻ്റെ സന്നിധിയിൽ മാപ്പ് ചോദിച്ചുകൊണ്ട്, കർത്താവേ കരുണയാവണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപിയാണെന്ന് ഏറ്റുപറയാം. വലിയ ഹൃദയവേദനയോടെ ഈശോയോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, കരുണയായിരിക്കണമേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കും. കർത്താവേ, ബോധപൂർവം ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണം. അറിയാതെ സംഭവിച്ച പാപങ്ങൾക്ക് മാപ്പ് തരണമേ എന്ന് സങ്കീർത്തനത്തിൽ ദൈവമേ, ഭക്തനായ മോശ അഹ്റോന്റെ മരണക്കിടക്ക, അഹ്റോന്റെ ശവമഞ്ചത്തിനരികിൽ നിന്നുകൊണ്ട് മോശ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക്, അറിയാതെ ചെയ്ത പാപങ്ങൾക്ക് മാപ്പ് തരണമേ. വലിയ അനുതാപത്തോടെ നമുക്ക് സർവശക്തനായ ഈശോയുടെ മുമ്പിൽ കരുണയപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കരുണ തോന്നണമേ ഈശോയെ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കുടുംബങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, പൂർവികരുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കും. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഓരോ മകനും മകളും ആഘോഷങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ജോബ് ദഹനബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് മാപ്പ് ചോദിച്ചതുപോലെ കർത്താവേ, ഞങ്ങളുടെ
പ്രിയപ്പെട്ടവരുടെ, മാതാപിതാക്കളുടെ, ജീവിത പങ്കാളിയുടെ, മക്കളുടെ, സഹോദരങ്ങളുടെ, ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ളവരുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കാൽവരിയുടെ നെറുകയിൽ മാനവരാശി ചെയ്ത സകല പാപങ്ങൾക്കും പരിഹാരമായി കീറി മുറിക്കപ്പെട്ട ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ദൈവപിതാവേ കാഴ്ചയായി കാണിക്കയായി സമർപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പാപങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കരുണയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു, ഹൃദയം നുറുങ്ങി കരുണയ്ക്ക് വേണ്ടി ചോദിച്ച് പ്രാർത്ഥിക്കാം. കരുണയാവണമേ ഈശോ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാ ഭാരങ്ങളും സമർപ്പിക്കാം. കർത്താവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ പരിശുദ്ധമായ ആരാധനയെ സംബന്ധിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള നസറായനായ യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവമേ, ഇപ്പോൾ തകർച്ചയിൽ, ഭാരങ്ങളിൽ, രോഗങ്ങളിൽ, വേദനകളിൽ, അസ്വസ്ഥതകളിൽ, അസമാധാനങ്ങളിൽ ഭാരപ്പെട്ട് കഴിയുന്ന എല്ലാ മക്കളെയും ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തിയേച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്താക്കുളത്തിൻ്റെ കരയിൽ 38 വർഷമായി തളർന്നു കിടന്നവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കാരുണ്യവാനായ ഈശോയെ, ഇപ്പോൾ ഭാരങ്ങളിലായിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങിച്ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കാ 6:19 അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി. കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ശക്തി പുറപ്പെട്ട് ദൈവമേ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, കർത്താവേ, എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും, കർത്താവേ, അങ്ങയുടെ നാമത്തെ ആരാധിക്കുന്ന മക്കളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലെ പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉച്ചയിതാക്കുളത്തിന്റെ കരയിൽ പാപിയായ തളർവാതി രോഗിയായ മനുഷ്യൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതുപോലെ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉച്ചയിതാക്കുളക്കരയിലെ രോഗിയെ പോലെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ അഭിഷേകം അയക്കണമേ, ഇപ്പോൾ കൃപ അയക്കണമേ, ഇപ്പോൾ ശക്തി അയക്കണമേ. മക്കളെ പരിശുദ്ധ കുർബാനയിലേക്ക് ഹൃദയം തുറന്ന്, അധരം തുറന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ശുദ്ധ കുർബാനയിൽ ഈശോയെ ആരാധിക്കാം. കർത്താവിനെ കണ്ണു തുറന്ന് നോക്കി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കുളത്തിന്റെ കരയിലെ രോഗിയെ പോലെ പാപിയാണ്, രോഗിയാണ്, തകർന്നവനാണ്. നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകലേ. എന്റെ മോചിപ്പിക്കുന്ന ദൈവമേ, ബത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകലേ. എന്റെ മോചകാ തുറന്ന് എല്ലാവരും ദാഹത്തോടെ വിളിച്ചു. ബത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകലേ. എന്റെ മോചകനോടെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാവേ. ബത്സയിദാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകലേ. എന്റെ മോചിപ്പിക്കുന്ന ദൈവമേ വൈകലേ. എന്റെ മോചക
ദിവ്യകാരുണ്യത്തിലേക്ക് എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും സമർപ്പിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവ് വലിയ കരുണയോടെ നമ്മുടെ കുടുംബങ്ങളിൽ ഇടപെടും. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കും. തടസ്സങ്ങളെല്ലാം ഈശോ എടുത്ത് മാറ്റും. നമുക്ക് ഏകാഗ്രമായും ഭക്തിയോടെയും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഭക്തിയോടെ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ശിരസ്സ് നമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ആരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധന 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 ഹല്ലേലൂയ. ആരാധന 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 യേശുവേ, നന്ദി 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 നന്ദി. ആരാധന 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 ഈശോയേ. ആരാധന 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 യേശുവേ, നന്ദി 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 യേശുവേ. ആരാധന 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 യേശുവേ. ആരാധന സ്വരൂപനാം ദൈവമേ, ജ്ഞാനസ്വരൂപനാം ദൈവമേ, ആത്മസ്വരൂപനാം ദൈവമേ, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു.